العالمين وصلي وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ചില വിശദീകരണങ്ങൾ നടത്തേണ്ടി വന്നത്. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞാനടക്കമുള്ള പല സലഫി പ്രഭാഷകരെ സംബന്ധിച്ചും പണ്ഡിതന്മാരെ സംബന്ധിച്ചും ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥമായ സലഫി മനഹജ് വിട്ടുകൊണ്ട് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോക്കസിലേക്ക് മാറിപ്പോയി എന്ന ഒരു തെറ്റായ ധാരണ ഇവിടെ പ്രചരിപ്പിക്കുകയുണ്ടായി. അതിന്റെ നിജസ്ഥിതിയാണ് ആദ്യമേ നിങ്ങളോട് ഉണർത്തിക്കാനുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾ ആരും കൂടുമാറിപ്പോയിട്ടില്ല, യഥാർത്ഥമായ സലഫി മനഹജിൽ തന്നെയാണുള്ളത് എന്ന് ആദ്യം നിങ്ങളോട് അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ ദിവസങ്ങളിലൂടെ നസീറുദ്ദീൻ റഹ്മാനി കോക്കസിന്റെ കൂടെ പോയി എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള പണ്ഡിതന്മാരും പോയി എന്ന് പ്രചരിപ്പിക്കുന്നവരോട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദർശത്തെക്കാളും മറ്റു പല മാർഗങ്ങളെ അദ്ദേഹം സ്വീകരിച്ചതുകൊണ്ടാണ് ഈ ആദർശത്തിൽ നിന്നുള്ള കൂടുമാറ്റം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും നൽകുന്ന കാലത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിൽ പ്രബോധനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ അപവാദം പ്രചരിപ്പിച്ചവരോട് നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ കാണാം ഏതുദ്ദേശത്തിലാണ് പ്രചരിപ്പിച്ചത് എങ്കിൽ അവർ അള്ളാഹുവിന്റെ കോടതിയിൽ കാണാമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നസീറുദ്ദീൻ റഹ്മാനി ഈ വിഷയത്തിൽ നിന്ന് ആദർശത്തിൽ നിന്ന് മാറിയ സാഹചര്യത്തിൽ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് പണ്ഡിതന്മാര് ഫണ്ഡിതന്മാരായി മാറിയപ്പോഴാണ്. അതായത് ഇൽമിനെയല്ല ഫണ്ടിനെയാണ് മോഹിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ആശയങ്ങളെക്കാളും സ്ഥാനം അവർ ആമാശയങ്ങൾക്ക് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. ഇവിടെ നസീറുദ്ദീൻ റഹ്മാനി മുമ്പ് നമ്മളോട് സൂചിപ്പിച്ചത്, പിന്നെ അനസും റഹ്മാനിയും ഒരേ സമയമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് എന്നും അന്ന് അവരെ വലയിലാക്കാൻ വേണ്ടി നൂർ മുഹമ്മദ് നൂരിഷ ശ്രമിച്ചു എന്നും, എന്നാൽ അനസ് അദ്ദേഹത്തിന്റെ വഴിയിലായി, ഞാൻ അതിൽ നിന്ന് കുതിരിമാറി രക്ഷപ്പെട്ട ആളാണ് എന്നാണ് അനസ് റഹ്മാനി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ ഏത് രീതിയിലാണ് അദ്ദേഹം മാറിയത് എന്ന് അദ്ദേഹം തന്നെ സ്വയം ഒന്ന് വിലയിരുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഏവരോടും ഓർമ്മപ്പെടുത്താൻ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഒരു ലക്ഷ്യം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നും അതുകൊണ്ട് നൂരിഷയുടെ കൂടെ അന്ന് ഞാൻ പോയില്ല എന്നും ഇപ്പോ ആദർശത്തിലാണ് ഉള്ളതെന്നും പറഞ്ഞ അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഏത് വിഷയത്തിലാണ് മാറിയിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് സ്വയം ആലോചിക്കാവുന്നതാണ്. ഇനി ആര് തന്നെ മാറിയാലും നമുക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷകരെയോ പണ്ഡിതന്മാരെയോ കണ്ടുകൊണ്ടല്ല ഒരാൾ സലഫി മനഹജിലേക്ക് കടന്നു വരുന്നത്, പ്രമാണങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ്. ആ പ്രമാണം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് നസീറുദ്ദീൻ റഹ്മാനി പോയി എന്നുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ ഈ ഉള്ളവൻ ഷാഫി സുബാഹി ഒരു വിഷയത്തിലേക്ക് മാറി എന്നുള്ളത് കൊണ്ടോ അണികൾക്കിടയിൽ അതൊരു പ്രസ്ഥാനത്തിനൊരു വിഷയം ഉണ്ടാക്കില്ല. മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രവർത്തകരും അതിനെ പ്രമാണങ്ങളെ സ്വീകരിക്കുക എന്ന നിലപാടാണ് എക്കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ വ്യക്തമായി ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പേരിൽ ഇവിടെ ഇതാ സക്കരിയ സ്വലാഹിയുടെ പക്ഷത്ത് നിന്ന് മാറി പ്രചരിപ്പിച്ചിട്ടുള്ള മെസ്സേജുകളിലൂടെ ജിന്നൂരിസം വിട്ട് KNM മുജാഹിദ് പാതയിലേക്ക് എന്നെഴുതിയ ആളുകളോട് വളരെ ആധികാരികമായി നമുക്ക് പറയാനുള്ളത്, അഥവാ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തോടെ എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് തോന്നിയാൽ, ആദർശപരമായി എന്തെങ്കിലും വ്യതിയാനമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഇല്ല എന്ന 100% ഉറപ്പോടുകൂടെയാണ് നമ്മളെല്ലാവരും ഈ മാർഗത്തിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ അങ്ങനെ മാറേണ്ടി വന്നാലും ഇന്ന് നിലവിലുള്ള KNMന്റെ അഥവാ കോക്കസിലേക്ക് ഒരു കാരണവശാലും തിരിച്ചു പോകാൻ നമുക്ക് കഴിയില്ല എന്ന് 100%. വ്യക്തിപരമായി പ്രബോധനം നടത്തേണ്ടി വന്നാലും ഒരു കാരണവശാലും KNMന്റെ മാർഗത്തിലൂടെ ഇന്നത്തെ KNMൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇന്ന് വരെ ലോക സലഫികൾ പഠിച്ചു വന്നതും അംഗീകരിച്ചു വന്നതുമായ ആദർശത്തിന് എതിരായിക്കൊണ്ടാണ്
ഇന്നത്തെ ഇവിടത്തെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇക്കാലഘട്ടത്തിലും നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് വിശ്വസിച്ചവരാണ് നമ്മൾ. മാത്രമല്ല, ഇവിടെയുണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ കാസർഗോഡ് വെച്ചൊരു ഗവൺമെന്റ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കൊളുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രശംസിക്കുകയും അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്ത പ്രസ്ഥാനം, ആ ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ പോലും സ്വീകരിക്കുന്ന നയം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സ്വീകരിക്കാൻ കഴിയാതെ വരികയും അദ്ദേഹം നിലവിളക്ക് കൊളുത്തുകയും ചെയ്താൽ അസവാജർ ഇഖ്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന കിതാബിലൂടെ ഇബ്നു ഹജർ അതിനെ പരിപൂർണമായി ഒഴിവാക്കാൻ, ഖബറുകളിൽ നിന്ന് നിലവിളക്കിനെ ഒഴിവാക്കാനും അത് കൊളുത്താൻ പാടില്ല എന്നും അഗ്നി ആരാധനയുടെ ചിഹ്നമാണ് എന്ന് ലോക സലഫികൾ പഠിക്കുകയും ചെയ്ത ഈ വിഷയത്തെ ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടു നടക്കുന്നവരോട്, അതുപോലെ തന്നെ നമുക്കറിയാം ലോകത്തിലെ ഒരുപാട്, ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഒരുപാട് സലഫി പ്രവർത്തകർ, പല ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഈ സലഫി ആദർശത്തിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ അവരുടെ ബാങ്ക് ജോലികൾ ഒഴിവാക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പലിശയുമായി യാതൊരുവിധ ബന്ധവും പാടില്ല എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് ഇതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന പാലക്കാട് ജില്ലയുടെ എന്ന് മാത്രമല്ല, ഇന്ന് KNMന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഉണ്ണിൻകുട്ടി മൗലവി എന്ന് പറയുന്ന വ്യക്തി കനറ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആദർശത്തിന്റെ പേര് പറയാൻ, ഇത്തരം ആളുകളുടെ പിന്നിൽ പ്രവർത്തിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഇനിയും മനസ്സിലാക്കേണ്ട വസ്തുതകളുണ്ട്. ഇവിടെ നമ്മളൊക്കെ ഈ ലോകത്ത് ജൂതായിസം സംഭാവന ചെയ്ത ചാനൽ എന്ന് പറയുന്ന സംവിധാനങ്ങൾക്ക് ആശംസ പറയാൻ നമ്മളൊക്കെ നെഞ്ചിലേറ്റുന്ന മുജാഹിദ് എന്ന് പറയുന്ന നാമം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അവരോട് യാതൊരു നിലക്കുള്ള സമീപനങ്ങളും സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മുജാഹിദ് സലഫി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ പ്രൈവറ്റ് സ്വന്തമായിട്ട് ദാവത്ത് നടത്തുക എന്നല്ലാതെ നിലവിലുള്ള കോക്കസുമായിട്ട് ലയിച്ചു പോകുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ഈ ഒരു വേർതിരിവോടുകൂടെ ആദർശ പ്രബോധന രംഗത്ത് തടസ്സം നിൽക്കുന്ന, എവിടെയെല്ലാം തടസ്സം നിൽക്കുന്ന ആളുകളുണ്ടോ അവിടെയെല്ലാം മാറി നല്ല രീതിയിലൂടെയുള്ള പ്രബോധനത്തിൽ മുന്നേറാൻ അൽഹംദുലില്ലാ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വിഷയത്തിലേക്ക് ഞാനടക്കമുള്ള ആളുകളുടെ പേരിൽ, മൂസ സുലൈയുടെ പേരിൽ, അതുപോലെ തന്നെ ഡോക്ടർ സുബൈറിന്റെ പേരിൽ ഇവരൊക്കെ മുജാഹിദിന്റെ വേദിയിലേക്ക് വന്നു. അതുപോലെ ബാദുഷാ ബാക്കവിയുടെ പേരിലൊക്കെ ഈ ആരോപണങ്ങൾ നടത്തിയിരുന്ന ആളുകളോട് അവരുടെ മനസ്സിലെ വ്യാമോഹമാണ്. എന്നാൽ ഇതിന്റെ അബദ്ധമെന്ന ഒരു വിഷയം, കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന സമീപനമാണ് ഇന്ന് കോക്കസിന്റെ ആളുകൾ ചെയ്തത്. കാരണം ഇവിടെ മാറി എന്ന് കേൾക്കുമ്പോഴേക്കും പലരും പ്രോഗ്രാമുകൾക്ക് വഴിയൊരുക്കാമെന്നും KNMന്റെ കീഴിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാമെന്നും അവിടെ നിങ്ങളുടെ അരങ്ങേറ്റം ഉണ്ടാവണമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിന്റെ പേരിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരു വേദി ഉണ്ടെങ്കിൽ നമ്മുടെ പക്കൽ മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് കേരളത്തിന്റെ ഏത് ഭാഗങ്ങളിലെടുത്ത് പരിശോധിച്ചാലും ജിന്നെ വഴികാട്ടുമോ, ജിന്നെ മാർഗം കാണിക്കുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനസ് മുസ്ലിയാരും കായക്കുടിക്കാരും ഇവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ കൊച്ചുമൂലകളിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മളെ ഉള്ളൂ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വേദികൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും വഴിമാറി സഞ്ചരിക്കേണ്ട ഒരാവശ്യമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മാറിക്കിട്ടും എന്നുള്ള മോഹത്തോടുകൂടെ ഇന്ന് പ്രത്യേകിച്ച് കോക്കസിലെ 1-2 പണ്ഡിതന്മാർ വരെ ഫോൺ വിളിച്ചിരുന്നു, നേരിൽ കാണണമെന്ന് പറഞ്ഞു. മാത്രമല്ല, കൊല്ലം ജില്ലയിലെ ശൂരനാട് എന്ന് പറയുന്ന, ഞാൻ ഖുതുബ പറയുന്ന പള്ളിയുടെ ഭാരവാഹികളെ വിളിച്ച് അവരെ കാണാൻ, കാരണം കോക്കസിന്റെ പിടിയിൽ നിന്ന് 100% സംരക്ഷിച്ച ആ ഒരു പള്ളി, നമ്മുടെ കൈവശം സലഫി മനഹജിലൂടെ നീങ്ങുന്ന ആ ഒരു പള്ളി അവരുടെ കൈകളിൽ കിട്ടുമെന്നുള്ള വ്യാമോഹം കൊണ്ടാണെങ്കിൽ 100% അള്ളാഹുവിന്റെ മതം ഉൾക്കൊള്ളുന്നിടത്തോളം കാലം അതിനെ പിടിച്ചെടുക്കാൻ ആർക്കും സാധ്യമല്ല. മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശത്തിലുള്ള മുന്നേറ്റമാണ് ഇത്തരം പള്ളികൾ നമ്മുടെ കൈകളിൽ ഇരിക്കാനുള്ള കാരണം. നസീറുദ്ദീൻ റഹ്മാനി മാറി എന്നുള്ളത് കൊണ്ട് ചേലൂര് സലഫി മസ്ജിദിന് ഒരു കോട്ടവും അതുകൊണ്ട് സംഭവിക്കാനില്ല. എന്നാൽ അതുപോലെയല്ല, ആദർശത്തിൽ ഉറച്ചു നിന്നാൽ
അവിടെ നല്ല ചലനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ശൂരനാട് സലഫി മസ്ജിദ് ഇന്ന് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലയുടെ മാർഗത്തിൽ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആ സലഫി മസ്ജിദിനെ ഞാൻ മാറി എന്ന തെറ്റായ പ്രചരണം കിട്ടുമ്പോഴേക്ക് ആ പള്ളി കൈക്കലാക്കാമെന്നുള്ള മോഹത്തോടുകൂടെ ആരെങ്കിലും ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരോടുകൂടെ അത് മനസ്സിലൊരു വ്യാമോഹം മാത്രമാണ്. അഥവാ ഇനി ഞാനൊരാൾ മാറിയാൽ പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന സലഫി പ്രവർത്തകർ അവിടെ ഉണ്ട് എന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. മാത്രമല്ല, മറ്റൊരു വിഷയം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇവിടെ നസ്രുദ്ദീൻ റഹ്മാനി മാറിയതുമായി ബന്ധപ്പെട്ട് പറയുന്ന അദ്ദേഹത്തെ ഇവിടെയുള്ള പ്രവർത്തകരെ ചീത്ത വിളിച്ചു, അദ്ദേഹം മാറി എന്നുള്ളത് കൊണ്ട് പ്രവർത്തകർ വൈകാരികമായി അദ്ദേഹത്തോട് വഴക്ക് പറഞ്ഞു എന്ന ഒരു പ്രചരണം അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം ഈ ഒരു നിലവാരത്തിൽ തന്നെ ഞാനും അഭിമുഖീകരിച്ചൊരു വ്യക്തിയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളോട് പറയാൻ. ഈ വിഷയം അറിഞ്ഞതു മുതൽ ഫോൺ നിലത്ത് വെക്കാൻ കഴിയാത്ത രീതിയിലൂടെ ഒരുപാട് ഫോൺ കോളുകൾ എന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആരും നമ്മളെ വൈകാരികമായി വഴക്ക് പറയുകയോ ചീത്ത പറയുകയോ ചെയ്തിട്ടില്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകരും അത് ശീലിച്ചവരല്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ പോയോ എന്ന് ചോദിച്ച വിഷമത്തോടുകൂടെ സങ്കടത്തോടുകൂടെ ചോദിച്ച പ്രവർത്തകരുണ്ട്. എല്ലാവരോടും നമുക്ക് പറയാൻ സാധിക്കുന്ന അൽഹംദുലില്ലാ നമ്മൾ ഒരിക്കലും ആദർശത്തിൽ നിന്ന് മാറില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇത്രയും ഫോൺ കോള് വന്നതിൽ ഒരാൾ പോലും ചീത്ത പറഞ്ഞിട്ടില്ല. എന്നാൽ നസ്രുദ്ദീൻ റഹ്മാനി ഈ വിഷയത്തിൽ പറഞ്ഞത് അദ്ദേഹത്തെ പിന്നെ നശിപ്പിക്കുമെന്ന്, അഥവാ അദ്ദേഹത്തെ കൊന്നുകളയുമെന്ന വധഭീഷണി പോലുമുണ്ട് എന്ന ശുദ്ധമായ കളവ് പ്രചരിപ്പിച്ച ഇത് കളവാണെന്ന് പറയാൻ കാരണം, അദ്ദേഹം താമസിക്കുന്ന ചേലൂരെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താമസ സൗകര്യം ചെയ്തു കൊടുത്ത ബഹുമാനനായ ഹൈദർ സാഹിബ് അദ്ദേഹത്തെ വഴക്ക് പറയുകയോ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തോട് അനുവാദം പോലും ചോദിക്കാതെ യാത്ര പോലും പറയാതെയാണ് അദ്ദേഹം അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ ആരെയാ നമുക്ക് പേടിക്കാനുള്ളത്? ഇതുപോലെ ഒളിഞ്ഞോടേണ്ട ആവശ്യവും നമുക്ക് ഇല്ല എന്നുള്ളൊരു വസ്തുത കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, പ്രവർത്തകരോട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ വികാരങ്ങളല്ല വിവേകമാണ് നമ്മൾ എപ്പോഴും നയിക്കേണ്ടത്. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണാലയത്ത് ആ പരീക്ഷണങ്ങൾ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലയുടെ മാർഗത്തിൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇവിടെ ആര് തന്നെ ആദർശത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞാലും നമുക്ക് ചോദിക്കാനുള്ളത് അതിന്റെ പ്രമാണങ്ങൾ എവിടെ, ഏതടിസ്ഥാനത്തിലാണ് മാറിയിട്ടുള്ളത്? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ റഹ്മാനി പറഞ്ഞിട്ടുള്ളത് ഞാൻ മാറാനുള്ള കാരണം എന്നെ പ്രവർത്തകർ വഴക്ക് പറഞ്ഞു, ശകാരിച്ചു, ചീത്ത പറഞ്ഞു എന്നുള്ളതാണ്. ഇതൊരിക്കലും അതിനുള്ള ന്യായീകരണമല്ല. അങ്ങനെ ആദർശം വിട്ടുപോകാൻ ഒരാൾക്കും സാധ്യമല്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന രീതിയിൽ പിന്നെ വെളിയങ്കോട് ഉമർ മൗലവി അടക്കമുള്ള, തിരൂർക്കാട് താമസിച്ചിരുന്ന ഉമർ മൗലവി അടക്കമുള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലയുടെ മാർഗത്തിൽ ഒരുപാട്, രണ്ടത്താണി സയ്യിദ് മൗലവി ഒരുപാട് ത്യാഗം അനുഭവിച്ചു പോയവരാണ്. രണ്ടത്താണിയുടെ തെരുവോരങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവരിന്നും വിളിച്ചു പറയുമായിരുന്ന കഥ, അദ്ദേഹത്തിന്റെ കഴുത്തിലൂടെ ഏറുപടക്കമിട്ട് പൊട്ടിക്കുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ നേതാവായ എം ബിച്ചു ബാവ അദ്ദേഹത്തോട് പറയാം, നിങ്ങളൊരു പെറ്റീഷൻ എഴുതി തന്നാൽ അവർക്കെതിരെ നടപടി സ്വീകരിച്ചു കൊള്ളാമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് അവർക്ക് കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഉഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അള്ളാഹുവിന്റെ സമൂഹത്തിന് പുറത്തു കൊടുക്കണേ, അവരറിവില്ലാത്തവരാണ് നാഥ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകന്റെ ചര്യ മാറോടണച്ച രണ്ടത്താണി സയ്യിദ് മൗലവിയുടെ വാക്ക്, അവർക്കെതിരെ നടപടി വേണ്ട, അവരിൽ ആരെങ്കിലും ഒരാൾ സത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നാലോ എന്ന ഒരു രീതിയിൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നവരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ. എന്നാൽ അവരാരും ആദർശം വിട്ടുപോവുകയല്ല, ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും ആദർശത്തിൽ ഉറച്ചു നിൽക്കുവാനുമാണ് ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി മാത്രമല്ല, പിന്നെ ഒരാള് ചീത്ത പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആദർശത്തെ ഒരാളും കൈവിടില്ലല്ലോ പ്രിയമുള്ളവരെ. ആദർശത്തെ കൈവിടുന്നത് പരലോകത്തെ കുറിച്ച് പേടിയില്ലാതെ വരുമ്പോഴാണ്. ആദർശം നമ്മൾക്ക് എത്ര പ്രതിസന്ധികൾ വന്നാലും ആദർശത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ നെഞ്ചിലേറ്റുന്ന ഈ ആദർശത്തെ തകർത്തിട്ടുള്ള അബ്ദുറഹ്മാൻ സലഫിയുടെയും അതുപോലെ അനസിന്റെയും കായക്കൊടിയുടെയും കൂടെയുള്ള ഈ ഒരു കോക്കസിലൂടെ അദ്ദേഹം പ്രവർത്തിക്കണമെങ്കിൽ ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഈ 2012 വരെയും
മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിച്ചു വന്നിരുന്ന വിഷയത്തിൽ നിന്ന് ഒരു വ്യതിയാനമുണ്ടായി എന്ന് പറഞ്ഞാൽ ലോക സലഫികൾക്ക് അബദ്ധമുണ്ടായി എന്നല്ലേ? മാത്രമല്ല, ഇവിടെ റഹ്മാനി പറഞ്ഞ, അതായത് ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയമുണ്ടായപ്പോ എനിക്ക് പേഴ്സണലായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പറഞ്ഞു തന്നൊരു വ്യക്തി കൂടിയാണ് റഹ്മാനി. അദ്ദേഹം അന്ന് നമ്മളോട് പറഞ്ഞത്, അന്ന് എന്നോട് പറഞ്ഞു, ഷാഫി, ഈ 2012 മാറ്റമുണ്ടായി എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള പണ്ഡിതന്മാർക്കൊക്കെ, സലഫി പണ്ഡിതന്മാർക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ല എന്ന് വരുന്ന വലിയൊരു അബദ്ധത്തിലേക്കല്ലേ നമ്മൾ ചെന്ന് ചാടുക. അതുകൊണ്ട് ആ വിശ്വാസത്തെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതുവരെയുള്ള നിലപാട് തന്നെ നമുക്ക് മതി എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പൊ മാറണമെങ്കിൽ അതിന് ഭൗതികമായ ലക്ഷ്യം തന്നെ ആയിരിക്കണം എന്ന് പ്രത്യേകം നിങ്ങളോട് അറിയിക്കുക. മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഈ വിഷയത്തിൽ മാറാനുണ്ടായ സാഹചര്യത്തിൽ, എന്റെ പേര് കൂടെ ചേർത്ത് പറയാനുണ്ടായ ഒരു വിഷയം, മംഗലാപുരത്ത് പോയി അവിടെ ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന ഖത്തറിലുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രോഗ്രാമിന് വേണ്ടി അദ്ദേഹം ചെന്നു എന്നും അതിന്റെ 40 ദിവസം മുമ്പ് ഞാൻ അവിടെ പ്രസംഗിച്ചു എന്ന വിഷയവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തില് അവിടെ 40 ദിവസം മുമ്പ് എന്നോട് 3 മാസം, അദ്ദേഹം നാട്ടിൽ വരുന്നതിന്റെ 3 മാസം മുമ്പാണ് എന്നോട് ഖത്തറിൽ നിന്ന് ആ ഡേറ്റ് ബുക്ക് ചെയ്യുകയും അദ്ദേഹം അവിടെയുള്ള പള്ളിയിൽ വെച്ചുകൊണ്ട് എന്റെ പ്രോഗ്രാം നടത്താൻ നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന SKSM അഥവാ ഇന്നത്തെ KNM കൂട്ടുപിടിക്കുന്ന SKSM വിരലിലെണ്ണാവുന്ന നേതാക്കന്മാർ ആ പള്ളിയിൽ വെച്ച് നടത്താൻ പാടില്ല എന്ന് അദ്ദേഹത്തോട് കർശന നിബന്ധന വെച്ചതിന്റെ പേരിൽ അദ്ദേഹം പേഴ്സണലായി പള്ളിക്ക് പുറത്ത് നമ്മുടെ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടെ അവിടെ മനഹജുൽ അംബിയയുടെ റെക്കോർഡിങ്ങോടുകൂടെയാണ് ആ പ്രോഗ്രാം അവിടെ നടന്നിട്ടുള്ളത്. എന്നാൽ ആ പ്രസ്തുത പ്രോഗ്രാമിന് ശേഷം ഇദ്ദേഹം നമ്മളോട് പറഞ്ഞ നിഷ്പക്ഷനാണ് എന്നും അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നസീറുദ്ദീൻ റഹ്മാനിയുമായി ഇദ്ദേഹം ബന്ധപ്പെടുന്നത്. എന്നാൽ ഇദ്ദേഹം അവിടെ സ്വീകരിച്ച ഒരു പ്രത്യേക നയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റഹ്മാനിയെ വിളിച്ചു വരുത്തിയ അന്ന്, അഥവാ റഹ്മാനിയെ ബുക്ക് ചെയ്യാൻ കേരളത്തിൽ വന്നപ്പോ കോഴിക്കോട് വന്ന് അബ്ദുറഹ്മാൻ സലഫിയെ കണ്ടതിന് ശേഷമാണ് നസീറുദ്ദീൻ റഹ്മാനിയെ കണ്ടത്. ആ റഹ്മാനിയും അബ്ദുറഹ്മാൻ സലഫിയും അവിടെ ഒരുമിച്ച് കൂടുകയും അതിന്റെ തീരുമാനങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സംവാദത്തിൽ നസീറുദ്ദീൻ റഹ്മാനി ഒരല്പം പോലും ലജ്ജയില്ലാത്ത രീതിയിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. സ്വാഭാവികമായും നസീറുദ്ദീൻ റഹ്മാനിയോട് വ്യക്തിപരമായി നമുക്ക് യാതൊരു വിദ്വേഷമില്ല. അദ്ദേഹത്തെ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഇൽമ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ബഹുമാനാദരവ് മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാൻ കാരണം, നമുക്കൊരാളെ ഇഷ്ടം വെക്കാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. ഒരാളിൽ 3 കാര്യം ഉണ്ടായാൽ അവൻ അതുകൊണ്ട് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ ഒരാളെ ഇഷ്ടപ്പെടുക അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല എന്നാ. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ എണ്ണിയ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വറജുലാനി തഹബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അള്ളാഹിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഭിന്നിക്കുന്ന 2 ആളുകൾ. ഇപ്പൊ റഹ്മാനിയോട് എതിരെ ഞാൻ ഈ പറഞ്ഞ വാക്കുകളുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിനെതിരാണ്. അത് ആര് തന്നെയാണെങ്കിലും, അത് AP അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിലും, ഇന്ന് ഞാൻ വളരെ ഗുരുസ്ഥാനത്ത് കാണുന്ന സക്കരിയ സ്വലാഹിയാണ് ആദർശത്തിനെതിരെ പറയുന്നതെങ്കിലും അതിനെതിരെ പറയാൻ കാരണം, ലോക സലഫുകൾ എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ തഖ്ലീദില്ല എന്ന് പഠിച്ചവരാണ്. അന്നൊക്കെ നമ്മൾ വാത്തോരാതെ പ്രസംഗിച്ചിരുന്നത് AP അബ്ദുൽ ഖാദർ മൗലവിയാണ് സത്യത്തിനെതിരെ പറയുന്നതെങ്കിൽ AP ഞങ്ങൾ തള്ളും, പ്രമാണം സ്വീകരിക്കുമെന്ന് പ്രസംഗിച്ചവരാണ് ഇവിടെയുള്ള സലഫി പണ്ഡിതന്മാരെല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ വന്നപ്പോഴും ഈ രീതിയിലൂടെ പ്രതികരിക്കേണ്ടി വന്നത്. മാത്രമല്ല, ഇന്നത്തെ കോക്കസിന്റെ നിലപാട് നമുക്ക് ഒരിക്കലും അതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് തീർത്ത് പറയാനുള്ള കാരണം, കേരളത്തിലെ പ്രബോധന രംഗത്ത് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ ശക്തികളായി ഇന്ന് കാന്തപുരത്തിന്റെ മാർഗത്തിലേക്ക് മാറിയിട്ടുള്ളത് ഇവിടുത്തെ KNM-കാരാണ്. കാരണം ഈ പ്രശ്നമുണ്ടായ ഉടനെ മനസ്സിലാക്കേണ്ട വസ്തുത, കോഴിക്കോട് സമ്മേളനം കഴിഞ്ഞ് കുറച്ചു നാൾ കൂടെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കോട്ടയം ജില്ലയുടെ ചങ്ങനാശ്ശേരിയിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീലമ്പടനാടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രഭാഷണം നടത്തിയപ്പോ അതിന് മറുപടിയായി എന്റെ പ്രഭാഷണം അവിടെ സംഘടിപ്പിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരിൽ മഹോന്നതൻ എന്ന ടൈറ്റിലിൽ അവിടെ ഒരു വിഷയം വെച്ചപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തത് ഇവിടെയുള്ള ഇന്നത്തെ KNM-കാരെന്ന് പറയുന്ന കോക്കസിന്റെ ആളുകളാണ്. മാത്രമല്ല, അവർ കേസ് കൊടുത്തു എന്ന് മാത്രമല്ല, ആ പ്രോഗ്രാം
അവരൊന്ന് സംഘടിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ അവിടത്തെയുള്ള ആളുകൾക്ക് ഇന്നും ആ തെറ്റിദ്ധാരണ തിരുത്താൻ കഴിയാതെ കിടക്കുകയാണ്. അതിനുള്ള ഉത്തരവാദികൾ ഇവിടുത്തെ KNMകാരാണ്. മാത്രമല്ല, കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഇസ്ലാമിക് എക്സിബിഷൻ ഇവിടെ മുജാഹിദുകാർ സംഘടിപ്പിച്ചപ്പോൾ അവിടെ പ്രവർത്തകർ അതിനെതിരെ കേസ് കൊടുത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ അത് പിരിച്ചെടുക്കാനുള്ള സാവകാശം പോലും കൊടുക്കാതെ കോടതികളും പോലീസ് സ്റ്റേഷനും കയറ്റിയിറക്കിയപ്പോ അവിടെയും അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ വിജയം കണ്ടു എന്ന് മാത്രമല്ല, ആ ഒരു എക്സിബിഷനിലൂടെ 5ഓളം വരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും അതിന്റെ അനന്തര ഫലമെന്നോണം അൽഹംദുലില്ലാ പിന്നീടും ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ പ്രബോധനങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ എരിമേലി പ്രഭാഷണങ്ങൾക്ക് മുമ്പ് വീട് വീടാന്തരം കയറി പ്രബോധനം നടത്താൻ തയ്യാറായവരിൽ അന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട് എങ്കിൽ ഈ രീതിയിലൂടെയുള്ള മതത്തിന്റെ പ്രബോധന രംഗത്തിലാണ് ഇവിടുത്തെ കോക്കസുകാരെ തടസ്സം നിൽക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ നമുക്ക് ശബ്ദിക്കേണ്ടി വരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിൽ ഒരൽപ്പം പോലും സ്നേഹമില്ലാത്ത അവസ്ഥയിലാണ് ഇവർ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് വളരെ വ്യക്തമായി നമുക്ക് തെളിഞ്ഞതാണ്. ഇന്നലെ നടന്ന സംവാദങ്ങളിലൂടെ ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാരുടെ മുമ്പിൽ പിന്നെ അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയാൻ പോലും നമുക്ക് ലജ്ജ തോന്നുന്നു. കാരണം ആ സംസാരത്തിലുടനീളം ഒരു അബ്ദുറഹ്മാൻ എന്നുള്ളത് ഒരു അലറൽമേനായി മാറിയ ഒരവസ്ഥയിലാണ് നമ്മൾ കണ്ടത്. ആദർശമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മടവൂരികളുടെ ആദർശം നെഞ്ചിലേറ്റിയപ്പോ ആദർശ പാപ്പരത്തെ നേരിടേണ്ടി വന്നതിന്റെ പേരിൽ അലറലോടുകൂടെ സമയം കഴിച്ചു കൂട്ടേണ്ടി വന്നപ്പോ അവിടെയൊക്കെ കണ്ട ആദർശ പാപ്പരത്വത്തിൽ തലതാഴ്ത്തിയിരിക്കേണ്ടി വന്നു. അവിടെ നസ്രുദ്ദീൻ റഹ്മാനിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലൂടെ ഒരു നിലക്കും നമുക്ക് പൊരുത്തപ്പെട്ട് കഴിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനൊരു വാക്ക് പ്രത്യേകം പറഞ്ഞത്. അഥവാ ഇവിടെ നിന്ന് പിന്മാറേണ്ടി ഈ ആദർശത്തിൽ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ എനിക്ക് വന്നാൽ പോലും നിലവിലുള്ള കോക്കസിൽ 1% പോലും പ്രവർത്തിക്കാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പ്രത്യേകം നിങ്ങളോട് പറയാനുണ്ടായ വിഷയവും അതാണ്. ഇത് ഒരു കയ്യടിക്ക് വേണ്ടിയിട്ടോ അല്ല, ഇത് ആരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആരുടെയൊക്കെ മനസ്സിലെ ആദർശം വിട്ട് മാറി ഇന്ന് KNMന്റെ കൂടെ വരും എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാൻ, ഇപ്പോ ഈ വരുന്ന ജനുവരിയിൽ കുറ്റ്യാടിയിൽ വെച്ച് സമ്മേളനം നടക്കുന്നുണ്ട്, അന്ന് നിങ്ങളുടെ പേര് വെക്കട്ടെ എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെ അവസരങ്ങളായിട്ട് സ്വീകരണങ്ങൾ വെക്കാനൊക്കെ പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ല, ഇതൊരു ആദർശ പ്രബോധന രംഗമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ CPM വിട്ട് CPIയിലേക്ക് മാറി കോൺഗ്രസിലേക്ക് മാറി എന്ന് പറയുന്ന ഒരു ചാട്ടക്കളിക്ക് നിൽക്കാൻ നമ്മളില്ല. മാത്രമല്ല, ഇവിടെ നസീറുദ്ദീൻ റഹ്മാനി ചെയ്ത പ്രവർത്തനം അതൊരിക്കലും ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കുന്ന ഒരു പണ്ഡിതന്മാർക്കും കഴിയുന്നതല്ല. കാരണം ആദർശ വിഷയം ഉണ്ടായ സന്ദർഭത്തിൽ യഥാർത്ഥമായ വിഷയം ഇന്നതാണ് എന്ന് പറയുക മാത്രമല്ല, തങ്ങളുടെ മുന്നിൽ വിളിച്ചുകൂട്ടിയ സമൂഹത്തോട് അത് പ്രചരിപ്പിച്ചെങ്കിൽ അവിടെ നമുക്ക് ചോദിക്കാനുള്ള അദ്ദേഹം ഷിർക്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ ജനങ്ങളെ ഷിർക്കിലേക്കാണോ നയിച്ചിരുന്നത്? അതിന് മറുപടി പടച്ചതമ്പുരാന്റെ മുമ്പിൽ അദ്ദേഹം തന്നെ പറയേണ്ടി വരുമെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദർശ പ്രബോധനത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന മാർഗത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് ആരും തന്നെ ഇല്ല. അത് പാടില്ല എന്നും ജിന്നിനോട് ദുആ ചെയ്യൽ ഷിർക്കാണ് എന്നും നാഴികക്ക് 40 വട്ടം പ്രസംഗിക്കുന്നവരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാർ. അതിലൊരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അതിന് ചില നയങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രവർത്തകരോട് പറയാനുള്ളത്, ധൈര്യമായി നിങ്ങൾക്ക് മറുപടി കൊടുക്കുക. ഒരു നിലക്കും ഒരു കാരണവശാലും ഞാൻ ഇതിൽ പ്രചരിപ്പിക്കില്ല. പിന്നെ ഈ ഒരു പരസ്യം ചെയ്തവർക്ക് ഭൗതികമായ ഒരു നേട്ടം അവരെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സത്യത്തില് ഇന്ന് പ്രബോധനം നടത്താൻ പണ്ഡിതന്മാരുടെ അപാകതയും കുറവും ആ സമൂഹത്തിലെ പ്രഭാഷകന്മാരുടെ കുറവും കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമുക്കറിയാം, ഇന്ന് കോക്കസിലൂടെ പ്രബോധനം ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ കഴിഞ്ഞതിന് മുമ്പത്തെ റമദാൻ കണ്ണൂർ ജില്ലക്കാർക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവർക്കറിയാൻ സാധിക്കും. പരലോകം എന്ന വിഷയത്തെ സംബന്ധിച്ച് ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് മൗലവി KV അബ്ദുൽ ലത്തീഫ് മൗലവി പ്രസംഗിച്ചപ്പോ പള്ളിക്കുള്ളിൽ ചിരിയും കളിയുമായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളുണ്ട്. ആ പ്രഭാഷണത്തിന് എതിർത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ താടി വെക്കുന്നതിനെതിരെ, നെര്യാണിക്ക് മേലെ വസ്ത്രം ധരിക്കുന്നതിനെതിരെ നിയമത്തുള്ള ഫാറൂഖ് പ്രസംഗിച്ചപ്പോ അബുദാബിയിലുള്ള ഒരു ബഹുമാന്യനായ ഒരു വ്യക്തി, പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, അദ്ദേഹത്തിന്റെ CD-ക്ക് മേലെ നിയമത്തില്ല ഫാറൂഖി എന്നെഴുതി അദ്ദേഹത്തിന്റെ വീട്ടിൽ CD സൂക്ഷിച്ച വ്യക്തിയുണ്ട്. അദ്ദേഹം ഇന്നും കോക്കസിന്റെ ഒരു അനുഭാവിയായി കഴിയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ആദർശ പ്രബോധന രംഗത്ത് നല്ല രീതിയിൽ പ്രബോധനം നടത്താൻ പണ്ഡിതന്മാരെ കിട്ടുന്നില്ല എന്ന് വന്നപ്പോ ഇവിടെ പ്രവർത്തകന്മാരെ വൈകാരികമായി ഇളക്കി ആരെങ്കിലും കൂടെ കൂട്ടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഇനിയുള്ള പണ്ഡിതന്മാരെ
റഹ്മാനിയെ പോലെ കൂട്ടുകെട്ടാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്നുള്ളതാണ്. അത് മൂസ സ്വലാഹി ആണെങ്കിലും ബാദുഷാ ബാക്കവി ആണെങ്കിലും സൽമാൻ ഫാരിസി ആണെങ്കിലും ഇവർക്കാർക്കും ആദർശത്തിന്റെ വിഷയത്തിൽ കൂടെ കൂട്ടാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. കാരണം അവരാരും റഹ്മാനിയെ പോലെയല്ല, അവരൊക്കെ ആദർശത്തെ സ്നേഹിക്കുന്നവരാണ്, ആദർശത്തിന്റെ പ്രബോധന മാർഗത്തിൽ മുൻനിൽക്കുന്നവരാണ്. മാത്രമല്ല റഹ്മാനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്ലാനഡ് ആണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹം ചേലൂര് പള്ളിയിലെ ഖുത്ബ ഡിസംബർ മുതൽ വേറെ ആളെ നോക്കിക്കോ എന്ന് മുൻകൂട്ടി ഒഴിഞ്ഞു പറഞ്ഞ സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം എവിടെ ജോലി ചെയ്യുന്നു, അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു എന്നുള്ളത് കണ്ടറിയുന്നതോടുകൂടെ നമുക്ക് മനസ്സിലാക്കാം ഏത് കാര്യത്തിനാണ് റഹ്മാനി മാറിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല, പറഞ്ഞിടത്തോളം വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയുള്ള കാര്യങ്ങൾ നേരിട്ട് നമുക്ക് കണ്ടാൽ അറിയാവുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആദർശ പ്രബോധന രംഗത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക. വൈകാരിക തലങ്ങളെ ഒഴിവാക്കി വിവേകത്തോടുകൂടെ മുന്നോട്ട് പോവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ഹക്കിന്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്യാനും നമുക്കേവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഏതൊക്കെ പ്രവർത്തകരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സണലായി എന്നോട് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള, എന്റെ പ്രസംഗം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളോട്, അത് ഇഷ്ടപ്പെടുന്ന നാടാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇരുവേറ്റി, എടവണ്ണപ്പാറ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ വിഷയം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് ആരുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ അവരോടെല്ലാം നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് അവരുടെ എല്ലാം ആ പാപഭാരം അവർ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള, പടച്ചവന്റെ കോടതിയെ സൂക്ഷിക്കുക എന്നൊരു വാക്കോടുകൂടെ അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രബോധനത്തിൽ ഒരല്പം പോലും വിട്ടുവീഴ്ചക്ക് നമ്മൾ ആരും തയ്യാറില്ല എന്നുകൂടെ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട രീതി ഇതുപോലുള്ള ഒരുപാട് രീതിയിൽ, ഇതിപ്പോ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രവർത്തകരെ വിളിച്ച് എന്തിനാ മാറി എന്ന് വിളിച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരോട് വെറുപ്പുണ്ടാകും, അങ്ങനെ മാറും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വ്യാമോഹാൻ. കാരണം ആ രീതിയിലൂടെയുള്ള പ്രബോധകരല്ല ഉള്ളത് എന്ന് പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തും. അങ്ങനെയുള്ള ആളുകളൊക്കെ മാറ്റി കടഞ്ഞെടുത്തൊരു സലഫി സംഘാണ് ഇപ്പൊ പ്രബോധനത്തിനിറങ്ങിയിട്ടുള്ളത്. അങ്ങനെ സ്ഥാനമാനങ്ങളെ മോഹിക്കുന്നവരും സമ്പത്തിനെ മോഹിക്കുന്നവരൊക്കെ അപ്പുറം പോയതോടുകൂടെ പ്രബോധനം അൽഹംദുലില്ലാഹ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുള്ള തെളിവാണ് ചങ്ങരംകുളം അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഒരുപാട് കോക്കസിന്റെ ആളുകളുടെ കയ്യിൽ എരിഞ്ഞമർന്ന് 2008 ജനുവരി 31 തുടങ്ങിയ 7ാം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ചലിക്കാതെ കിടന്നിരുന്ന ചങ്ങരംകുളം പോലെയുള്ള പ്രദേശങ്ങൾ അൽഹംദുലില്ലാഹ് അത്തരം ആളുകളെ ആദർശത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ കഴിഞ്ഞതോടുകൂടെ ഇപ്പോ നല്ല പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സത്യം നമ്മുടെ കയ്യിലുണ്ട്. അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിരന്തരമായ പ്രാർത്ഥനകളിൽ അള്ളാഹുവിനോട് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ മാർഗത്തിൽ നീ ഉറച്ചു നിർത്തണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതിനൊരു ചാഞ്ചാട്ടമില്ലാതെ മരിക്കുന്ന നേരത്ത് കാമിലായ ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോപണങ്ങൾ നടത്തിയവരോടൊരു വാക്കുകൂടെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് നമുക്ക് കാണാം എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.